വേണി ആലപ്പുഴക്കാരിയാണല്ലോ. അതെ. ഈ ആലപ്പുഴ ജില്ലയുടെ ഈ അമ്പലപ്പുഴ ആലപ്പുഴയൊക്കെ അടുത്തടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളാണല്ലോ. ഈ അമ്പലപ്പുഴയിലെ സുധാകരൻ ഇങ്ങനത്തെ ഒരു രീതിയിൽ നീക്കവുമായിട്ട് വരുന്ന സമയത്ത് അത് മറ്റു മണ്ഡലങ്ങളെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടോ? അതോ അമ്പലപ്പുഴയിലെ അവസ്ഥ എന്താണ്? അമ്പലപ്പുഴയിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം ഇത്രയും നാളും നിലനിന്നിരുന്ന ഒരു സ്ഥലം തന്നെയാണ്. മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റമുണ്ടില്ലെങ്കിൽ ഇല്ലാത്ത അതിപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ഇനി ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ട് നമുക്ക് പറയാവുന്നതാണ്. പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ അമ്പലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ ആലപ്പുഴയിൽ എങ്ങനെയാണ് ഇതൊരു ടൈറ്റ് ആവും? അതായത് തോമസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളെ അറിയാലോ, എ ഡി തോമസ്. നമുക്ക് ഭയങ്കര പ്രബലനായിട്ടുള്ള സ്ഥാനാർത്ഥി ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും ഇടുക്കനായിട്ടുള്ള ചെറുപ്പക്കാരൻ എന്നുള്ള ഒരു ഇമേജ് ഓൾറെഡി ആ മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞു. അപ്പം തോമസിനെ സംബന്ധിച്ച് തോമസ് ഒരു മത്സ്യത്തൊഴിലാളിയാണ്, മത്സ്യബന്ധനത്തിന് ഇപ്പോഴും പോകുന്ന ഒരാളാണ്. അങ്ങനത്തെ കുറെ അത് ആയിട്ടുള്ള ഒരു തൊഴിലാളി വർഗത്തിൽ നിന്ന് വരുന്ന ഒരു തൊഴിലാളിയാണ് എ ഡി തോമസ് അവിടെ മത്സരിക്കാൻ വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പോസിറ്റീവ്, അതായത് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നാടാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ തൊഴിലാളിയായിട്ടുള്ള എ ഡി തോമസ് വരുമ്പോൾ തോമസിനൊരു മുൻതൂക്കം കിട്ടുമോ, അതോ ചിത്തരഞ്ജൻ തന്നെയാണോ? പി ചിത്തരഞ്ജൻ എന്ന് പറയുന്ന ആള് എന്താണ് വളരെ കാലമായിട്ട് ആലപ്പുഴയിൽ സജീവ രാഷ്ട്രീയത്തിൽ നിലനിന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആലപ്പുഴയുടെ ഇപ്പം എന്താണ് മാരാരിക്കുളം തെക്ക് വടക്ക് പഞ്ചായത്തുകളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മേഖല വളരെ വലുതാണ്. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു പ്രവൃത്തി പരിചയം ഒരു മനുഷ്യന് തീർച്ചയായും അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകുന്നതിനുള്ള അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ഹൃദയമിടിപ്പ് അറിയുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എ ഡി തോമസ് അത്തരത്തിൽ പുതിയ ഒരു ചെറുപ്പക്കാരനാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് മത്സ്യത്തൊഴിലാളിയാണ്, മത്സ്യബന്ധന മേഖലകളുമായിട്ട് ഇപ്പോഴും തുടർന്നു പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷെ എന്നിരുന്നാലും ജനങ്ങളിലേക്കുള്ള ഒരു എന്താണ് കടന്നുകയറ്റം വളരെയധികം അവരെ നമ്മുടെ തുടർന്നുള്ള ഭരണത്തെയും വളരെയധികം സ്വാധീനിക്കാറുണ്ട്. നമ്മൾ പൊതുവെ കണ്ടുവരുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തവണയും കൂടുതലായും നമുക്ക് നോക്കുമ്പോൾ പി ചിത്തരഞ്ജനൻ, അതായത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് സ്വഭാവം ഉണ്ടെന്ന് തോന്നണല്ലേ? അതെ, വ്യക്തിപരമായി എന്തുണ്ടെങ്കിലും ഇടതുപക്ഷത്തിന് പോയി കുത്തുക എന്നുള്ളൊരു അങ്ങനെ ഒരു സ്വഭാവം അവരുണ്ട്. അവിടെ ആലപ്പുഴക്കാർക്ക് തീർച്ചയായിട്ടും ഇടതുപക്ഷ രാഷ്ട്രീയത്തോട്, കാരണം ആലപ്പുഴയുടെ ചരിത്രം നോക്കുമ്പോൾ തന്നെ എന്താണ് പുന്നപ്ര വയലാർ സമരം തൊട്ട് നമ്മളെപ്പോഴും ആലപ്പുഴ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഇപ്പം ഈ അടുത്തും പിണറായി വിജയൻ്റെ ഒരു ഇതിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആലപ്പുഴ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയെയും എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് എന്താണ് അവരുടെ യുവത്വത്തെ അതായത് ചോര തിളപ്പിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ആ പാർട്ടിയിലേക്ക് ഇറങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ആലപ്പുഴ എന്നൊരു പറഞ്ഞുണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവിടുത്തെ ഇലക്ഷൻ നമ്മൾ വളരെയധികം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്നാലും എ ഡി തോമസിനെ തള്ളിക്കളയേണ്ടതില്ല. തീർച്ചയായും ഇല്ല. ചിത്തരഞ്ജനെ എന്തുകൊണ്ടും പ്രബലനായിട്ടുള്ളൊരു എതിരാളി തന്നെയാണ് എ ഡി തോമസ്. ആണോ കൂടെ നിൽക്കുന്നത് തൊഴിലാളിയായിട്ടുള്ള എ ഡി തോമസിനെയാണോ, തൊഴിലാളി വർഗത്തിന് വേണ്ടി പറയുന്ന ചിത്തരഞ്ജനെയാണോ ആലപ്പുഴക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.